നിഷ ദിശ രണ്ട് ഇരട്ട സഹോദരികളും സന്തോഷമായിരുന്നു. അവരുടെ ആഗ്രഹം ഇപ്പൊ നടക്കാൻ പോകുന്നു. നിഷ, നമ്മൾ ആഗ്രഹിച്ചതാ നമ്മുടെ കല്യാണം ഒരുമിച്ച് നടക്കണമെന്ന്. പക്ഷെ ഒരേ വീട്ടിൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചേയില്ല. പക്ഷെ ദിശ, നിനക്കറിയൂ, നമ്മുടെ എല്ലാ ഫംഗ്ഷനും ഒരേ പ്രാവശ്യം നടക്കൂ. ഹൽദിയും ഒരുമിച്ച് നടക്കും. നിഷേ ദിശേ, വേഗം റെഡിയാകൂ. നിങ്ങളുടെ ഹൽദിക്കുള്ള സമയമായി മോളെ. മുത്തശ്ശി വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ദുർഗാദേവിക്കുള്ള പൂജ ചെയ്തേക്കേ. അതിനുശേഷം നിങ്ങളുടെ ഹൽദി തുടങ്ങാം നമുക്ക്. ശരിയമ്മേ, ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് വരാം. വിരുന്നുകാരൊക്കെ വന്നോ? അതെ മോളെ, എല്ലാവരും വന്നു. എല്ലാരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. അഞ്ജലി, സൗമ്യരാധിക എവിടെയാണെന്നറിയില്ല. അവർ പറഞ്ഞതാ ഹൽദിക്ക് വരാമെന്ന്. നിഷ, നീ രാധിക എന്തിനാ വിളിച്ചത്? നിനക്കറിയില്ലേ അവൾ എന്നോട് ശരിക്കും സംസാരിക്കില്ല എന്ന്? എനിക്ക് അവളെ ഇഷ്ടമേ അല്ല. വേറെ ആരെങ്കിലും വിളിക്കാമായിരുന്നു. ഞാനും എന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചത്. എല്ലാവരെയും വിളിക്കാം. രാധിക വരുന്നത് എനിക്ക് ഇഷ്ടമേ ആയില്ല. വിടുമോളെ, അതുകൊണ്ട് എന്താ? വിളിച്ചുപോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നമില്ല. കല്യാണമാണെങ്കിൽ എല്ലാരും വിളിക്കുന്നത് നല്ലതല്ലേ? അമ്മ, ഞാൻ അവളെ വിളിച്ചതല്ല. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വന്നതാ. ഹൽദിക്ക് വരാമെന്ന് അവൾ തന്നെ പറഞ്ഞതാ. നീ വിളിക്കില്ലേ എന്നും ചോദിച്ചു. അവൾ തന്നെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയുക? ശരി, വാ എന്ന് വിളിച്ചു. അവൾ വരില്ലെന്ന് എനിക്ക് തോന്നുന്നേ. എന്തെന്നാൽ അവൾ വളരെ അഹങ്കാരിയാ. അവള് കാശുകാരിയല്ലേ, അതുകൊണ്ട് പണത്തിന്റെ അഹങ്കാരവുമുണ്ട്. നിഷ, ദിശ, വേഗം റെഡിയായി വാ മക്കളെ. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശി വിളിക്കുന്നു, ഞാൻ പോയി നോക്കട്ടെ. നിങ്ങൾ അവിടേക്ക് വേഗം വാ. നിഷ, ദിശ രണ്ടുപേരും മഞ്ഞ നിറമുള്ള വസ്ത്രമിട്ട് റെഡിയാകുന്നു. അവൾ പുറത്തുപോയി നോക്കുമ്പോൾ അവിടെ അവരുടെ ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ട്. ഒപ്പം രാധികയും വന്നിട്ടുണ്ട്. എനിക്കറിയാം അവൾ തീർച്ചയായും വരുമെന്ന്. ഇവിടെ കാണുമ്പോഴേ ദേഷ്യം വരുന്നു. ശരി, വീട് നമ്മുടെ ഹൽദിയാ. നീ ആവശ്യമില്ലാതെ മൂടിക്കളയണ്ട. നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ ജിഷ, ദിശ. ഞാൻ അറിഞ്ഞു നിങ്ങൾ ഒരേ വീട്ടിലേക്കാണ് മരുമക്കളായി പോകുന്നെന്ന്. നിങ്ങൾ രണ്ടുപേരുടെ ഭർത്താവും കൺഫ്യൂസ് ആകാൻ പോകുന്നു. നിഷയെ ദിശയെന്നും ദിശയെ നിഷയെന്നും വിചാരിച്ചാൽ ആളെ മനസ്സിലാവാതായാലോ. ഇതുപോലത്തെ കോമഡി എനിക്ക് ഇപ്പൊ വേണോ പറയാൻ? അതിനാണ് വന്നത്. ശരി, വിട് ദിശ. അവര് നമ്മുടെ ഗസ്റ്റാ. മുത്തശ്ശി വിളിക്കുന്നുണ്ട്. നമുക്ക് ദുർഗാദേവിക്ക് പൂജ ചെയ്യണം. വരൂ കുട്ടികളെ, വന്ന് ദുർഗാദേവിയോട് പ്രാർത്ഥിക്കൂ. അവരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ദുഃഖമൊക്കെ ദൂരെ പോകും. എല്ലാ കാര്യവും വളരെ നന്നായി നടക്കും. ദുർഗാദേവിയോട് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ വിവാഹ ജീവിതം നന്നായിരിക്കണമെന്ന്. ഇവിടെ നോക്കൂ, ഈ മഞ്ഞളിനാണ് ഹൽദി വെക്കുന്നത്. നിഷ ദിശയുടെ വീട്ടിൽ ദുർഗാദേവി നന്നായി പൂജിക്കും. അവർക്കൊരു അമ്പലം തന്നെ ഉണ്ടായിരുന്നു. നിഷ ദിശ ദേവിയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹവും വാങ്ങുന്നു. പക്ഷെ രാധികയുടെ മനസ്സിൽ വേറെന്തോ ആയിരുന്നു. ദേവിയോട് എത്ര വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ ഹൽദി ഞാൻ നടക്കാൻ തന്നെ സമ്മതിക്കില്ല. നിഷ, നീ എടുത്തത് എന്റെ ബോയ് ഫ്രണ്ടിനെയാണ്. ഞാൻ രോഹനെ സ്നേഹിച്ചു. പക്ഷേ രോഹൻ എന്നെപ്പോലത്തെ ഒരു പണക്കാരിയെ വിട്ട് നിന്നെ സ്നേഹിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രോഹൻ എന്റെ സുഹൃത്താ. അവനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. നീ അവന്റെ ഭാര്യയാകാൻ പോകുന്നു. ഞാനത് സമ്മതിക്കില്ല. ഞാൻ മഞ്ഞളിൽ എന്താ കലക്കാൻ പോകുന്നെങ്കിൽ അത് തേച്ചാൽ നിനക്ക് അലർജി വരും. ആ ഭയങ്കരമായ അലർജി കൊണ്ട് നിങ്ങൾക്ക് കല്യാണ മണ്ഡപത്തിൽ ഇരിക്കാൻ പോലും സാധിക്കില്ല. രാധിക ആരും അറിയാതെ മഞ്ഞളിൽ അലർജി ഉണ്ടാക്കുന്ന മരുന്ന് കലർത്തി. അവൾ വിചാരിക്കുന്നു അവൾ വിചാരിച്ചത് നടത്തിയെന്ന്. പക്ഷെ അല്ല. എല്ലാവരും ഹൽദി വെക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിഷ ദിശയുടെ അമ്മ അവിടേക്ക് വന്നു. കുട്ടികളെ, ഹൽദി വെക്കുന്നതിന് മുന്നേ കൈയും കാലിലും നിങ്ങളെ എണ്ണ പുരട്ടിയേക്ക്. ഇത് ദുർഗാദേവിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിറം കൂടി നിങ്ങൾ വളരെ ഭംഗിയായി കാണും. ശരിയമ്മേ, നിറം തീർച്ചയായും മാറും. അലർജി കൊണ്ട് മേലൊക്കെ ചൊറിയുമ്പോൾ. വാരാധിക ഡാൻസ് കളിക്കാൻ ഡോലൊക്കെ അടിക്കുന്നുണ്ട്. നിഷ ദിശയുടെ ഹൽദിയും തുടങ്ങി. അതെ, ഞങ്ങളുടെ സ്നേഹത്തോടെ വിവാഹമാ. ഹൽദി ഫംഗ്ഷനിൽ തീർച്ചയായും ഞാൻ ഡാൻസ് കളിക്കും. ഈ രാധിക എത്ര സന്തോഷമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൾ നമ്മളെ ഒരുപാട് വെറുക്കും. എന്താണെങ്കിലും സന്തോഷമല്ലേ? നമ്മുടെ ഹൽദി ഇവൾ ഡാൻസ് കളിച്ച് ഗ്രാൻഡ് ആക്കുന്നുണ്ട്. നിഷ ദിശ എണ്ണയെടുത്ത് തേച്ചു. ഹൽദി സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. രാധിക ശ്രദ്ധിക്കുന്നു നിഷ ദിശയ്ക്ക് അവൾ കൊടുത്ത അലർജി മരുന്ന് കൊണ്ടൊന്നും സംഭവിച്ചേയില്ല. അവർക്ക് അലർജി ആയതുമില്ല. രണ്ടുപേരും നോർമലായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? ഞാൻ എത്ര കോസ്റ്റ്ലിയാണ് അലർജി മരുന്ന് വാങ്ങിയത്. ഇവർക്കൊന്നും സംഭവിക്കാതെ സാധാരണമായി ഇരിക്കുന്നുണ്ട്. അമ്മേ,
ഞാൻ പൂജാമുറിയിൽ ഒരു എണ്ണപാത്രം വെച്ചിരുന്നു. അത് ദിശാദിശയ്ക്ക് ഹൽദിയോടൊപ്പം തേക്കണം. പക്ഷെ അത് പൂജാമുറിയിൽ ഇല്ല ഇപ്പോ. ആ പാത്രം എവിടെ പോയെന്നറിയില്ല. നിങ്ങൾ അത് കണ്ടോ? ഇല്ല മോളെ, ഞാനത് കണ്ടില്ല. ആ എണ്ണ ഞങ്ങൾക്ക് നിങ്ങളല്ലേ തന്നത്? ഞങ്ങളത് തേക്കും ചെയ്തു. നിങ്ങളല്ലേ പറഞ്ഞ എണ്ണ ദുർഗാദേവിയുടെ അനുഗ്രഹം എന്ന്? ഞാൻ എപ്പോഴാ എണ്ണ കൊണ്ടുവന്നത്? ഞാൻ ഒരുപാട് നേരമായി ആ പാത്രം അന്വേഷിക്കുകയാ. അമ്മ കുറച്ചു നേരം മുന്നാ, ഹൽദി സ്റ്റാർട്ടാവുന്നതിന് മുന്നേ അപ്പോഴാ വന്ന് തന്നത്. ഏതാണ് പാത്രം? ഇതെങ്ങനെ സാധിക്കും? പൂജാമുറിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്റെ രൂപത്തിൽ ഹൽദി ഫംഗ്ഷന് ദുർഗാദേവിയാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നെത്തിയത് എന്ന്. നിങ്ങൾ രണ്ടുപേർക്കും ഇത് വലിയ അനുഗ്രഹമാണ്. ആ ദുർഗാദേവി തന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നെത്തി. നന്നായിരിക്കും എന്റെ മക്കളെ. ദുർഗാദേവി തന്നെ അവരുടെ കൈകൊണ്ട് നിങ്ങൾക്ക് എണ്ണ കൊടുത്തിട്ട് പോയി. നിങ്ങൾ രണ്ടുപേരും ഭാഗ്യശാലികളാ. ആ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങളുടെ വിവാഹവും ഒരു തടസ്സവും ഇല്ലാതെ നടക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട്. രാധികയ്ക്ക് പേടി തോന്നി. അവൾ മനസ്സിൽ ദുർഗാദേവിയോട് ക്ഷമ ചോദിക്കുന്നു. ദുർഗാദേവി എന്നോട് ക്ഷമിക്കൂ, ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഇനി ഞാൻ ആരെയും വെറുക്കില്ല. എനിക്കറിയാം എനിക്കുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ നിശാദിശയ്ക്ക് നല്ലതല്ല കരുതിയെന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് ആ മരുന്ന് തന്നെ മാറ്റി. അതുകൊണ്ട് നിശാദിശയ്ക്ക് അലർജി ആയിരിക്കും. എന്നോട് ക്ഷമിക്കൂ ദേവി, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. രാധിക ചെയ്ത തെറ്റ് വിചാരിച്ച് കരഞ്ഞു. ആർക്കാണ് അവരുടെ തെറ്റ് മനസ്സിലാകുന്നു? ദൈവം തീർച്ചയായും ക്ഷമിക്കും. രാധിക എല്ലാവരോടൊപ്പം സന്തോഷമായി ഹൽദിയിൽ പങ്കെടുക്കുന്നു. രാധികയുടെ മാറ്റം കണ്ട് നിശാദിശയും സന്തോഷിച്ചു. ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് വളരെ ആർഭാടമായി നിശാദിശ രണ്ടുപേർക്കും വിവാഹം നടക്കുന്നു. മീരേ, ഹേ മീരേ, വേഗം വന്ന് മാവ് കുഴച്ചേ. എനിക്ക് റൊട്ടി ഉണ്ടാക്കണം. ഇല്ലമ്മേ, എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല. കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എന്താ, അതിരാവിലെ നീ വീണ്ടും മൈലാഞ്ചി ഇട്ടോ? നിനക്കേ ഒരു ബോധവുമില്ല. എന്നെ സഹായിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും മൈലാഞ്ചി ഇടല. വാ, വേഗം കൈ കഴുകി വാ. എനിക്കിനി ജോലിക്ക് പോകാനുള്ളതാ. അമ്മേ, ഇന്ന് മാത്രം നോക്ക്, ഞാൻ കഷ്ടപ്പെട്ട് എന്ത് നല്ല ഡിസൈൻ ആയിട്ടിരിക്കുന്നത്. അമ്മ മീരയുടെ കൈകൾ നോക്കിയ ഉടനെ അവരുടെ ദേഷ്യം ആ നിമിഷം തന്നെ മാഞ്ഞുപോയി. അവർ മീരയോട് പറഞ്ഞു, അയ്യോ മീരേ, നീ നന്നായി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അതെ അമ്മേ, ഇന്നലെ ശാന്തി ചേച്ചി ഒരു ബുക്ക് തന്നു. അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. അത് നോക്കിയാ ഞാൻ ഇതെല്ലാം ഇട്ടത്. കൊള്ളാമല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ, എന്നാൽ എനിക്ക് അയ്യോ, നിന്നോട് സംസാരിച്ചിരുന്ന് ഇന്നും ലേറ്റായി. ഇത് പോരാഞ്ഞിട്ട് നിന്റെ കയ്യിലാണെങ്കിൽ മൈലാഞ്ചിയും. അമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? 1 മണിക്കൂറിൽ എന്റെ മൈലാഞ്ചി ഉണങ്ങും. അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാം. മീര പറയുന്നത് കേട്ട് കാവേരി ജോലിക്കായി പുറപ്പെട്ടു. അവർ ഒരു വലിയ ബിൽഡിംഗിൽ ജോലി ചെയ്തിരുന്നു. ഈ ജോലിയിലൂടെയാണ് അവരുടെ വീട്ടുകാര്യങ്ങൾ നടന്നിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ കാവേരിയുടെ ഭർത്താവ് മരിച്ചിരുന്നു. അന്നു മുതൽ കാവേരിയാണ് വീട് നോക്കുന്നത്. മീരയും വീട്ടുജോലിയിൽ സഹായിച്ചിരുന്നു. മീരയ്ക്ക് മൈലാഞ്ചി ഇടാൻ ഒരുപാട് ഇഷ്ടമാണ്. അവൾ വീടിനു പുറകിൽ ഒരുപാട് മൈലാഞ്ചി ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ചെടികളെ നന്നായി പരിപാലിച്ചിരുന്നു. അവൾ തന്റെ കൈകൊണ്ട് തന്നെ മൈലാഞ്ചി അരച്ച് അവളുടെ കയ്യിൽ അത് ഇടാൻ തയ്യാറാക്കുമായിരുന്നു. ഒരു ദിവസം, മീരേ, നമുക്ക് ഈ സ്ഥലത്തിൽ കുറച്ച് കൃഷി ചെയ്യേണ്ടി വരും. ഈ ചെടി കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല മോളെ. കൃഷി ചെയ്താൽ കുറച്ച് പണമെങ്കിലും കിട്ടും. പറ്റില്ല, എന്റെ ചെടിയിൽ അമ്മ കൈകൾ വയ്ക്കരുത്. കടയിൽ പോയി മൈലാഞ്ചി വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പണം പോലുമില്ല. ഇതെങ്കിലും നിൽക്കട്ടെ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മീര പറഞ്ഞു. കാവേരി അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, എനിക്കറിയാം മോളെ, നിനക്ക് മൈലാഞ്ചി ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നാൽ നമ്മുടെ അവസ്ഥ അറിയില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാ. എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മേ. പോ, അമ്മ എന്തെങ്കിലും ചെയ്യ്. ഇങ്ങനെ പറഞ്ഞ് മീര അവിടെ നിന്നും കരഞ്ഞുകൊണ്ടേ പോയി. കാവേരിയുടെ മനസ്സും വേദനിച്ചു. അവർ മീരയുടെ ചെടികൾ തൊട്ടതേയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരുപാട് ജോലി ചെയ്യുന്നതുകൊണ്ട് കാവേരിയുടെ ആരോഗ്യം വഷളായി. ഇടയ്ക്കിടെ ഇത് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ മീര പറഞ്ഞു, അമ്മേ, അമ്മ കിടന്നോ? അമ്മയ്ക്ക് പനിയാ. രാത്രിയും ഉറങ്ങിയില്ല. ഞാൻ ജോലിക്ക് പോകാം. വേണ്ട മീരെ, നീ എങ്ങനെ പോകാനാ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോകാം. കാവേരി അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ അവർക്ക് പെട്ടെന്ന് തലകറങ്ങാനും തുടങ്ങി. മീര അവരെ താങ്ങി നിർത്തി കട്ടിലിൽ കിടത്തി. എന്നിട്ട് പറഞ്ഞു,
മതി അമ്മേ, അമ്മ ഇനി റെസ്റ്റ് എടുത്തോ. അമ്മയ്ക്ക് പകരം ഞാൻ ജോലിക്ക് പോകാം. കാവേരി വീട്ടിൽ വിശ്രമിക്കുക തന്നെയാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവർക്ക് നല്ല ചികിത്സ വേണമായിരുന്നു. അതിന് പണമില്ല. മറ്റൊരു വശം മീര ദിവസവും വെളിയിൽ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാ ജോലികളും ചെയ്യണമായിരുന്നു. അതുകൊണ്ടവൾക്ക് മൈലാഞ്ചി ഇടാൻ സമയമേ കിട്ടിയില്ലായിരുന്നു. മീരേ, ഒരുപാട് നാളായി നീ മൈലാഞ്ചി ഇടുന്നില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. ആണോ? നിനക്ക് താല്പര്യമില്ല അല്ലേ? എനിക്കെല്ലാം അറിയാം. എനിക്ക് വയ്യാത്തതുകൊണ്ട് പാവം എന്റെ കുഞ്ഞിന്റെ മുകളിൽ എല്ലാ ഉത്തരവാദിത്വവും വന്നു. ഇനി മതി, ഒരുപാട് ഞാൻ വിശ്രമിച്ചു. മീരേ, മോള് പോയി മൈലാഞ്ചി ഇട്. ഞാനിന്ന് ജോലിക്ക് പോകാം. വേണ്ടമ്മേ, അമ്മ എവിടെയും പോകണ്ട. ഞാൻ എല്ലാം ചെയ്തോളാം. അമ്മ വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ വളർന്നില്ലേ അമ്മേ, എനിക്കിപ്പോൾ മൈലാഞ്ചി ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞ് മീര വീട്ടിൽ നിന്നും ജോലിക്കായി പുറപ്പെട്ടു. ഇവിടെ കാവേരിയും കരയാൻ തുടങ്ങി. മീര ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിരുന്നു. അതിൽ ഒരു വീട് ആരതിയുടേതാണ്. അവരുടെ വീട്ടിൽ തീജ് വളരെ ആർഭാടമായി ആഘോഷിക്കുമായിരുന്നു. തീജിന്റെ ഒരുക്കത്തിൽ മീരയും സഹായിച്ചുകൊണ്ടിരുന്നു. അതേസമയം, അയ്യോ, എന്താ നീ ഇങ്ങനെ ചെയ്തേ? എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ചു. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാലെങ്ങനാ? ഒരുപാട് നേരം ഇങ്ങനെ ആർഗ്യൂ ചെയ്ത ശേഷം ആരതി ഫോൺ വച്ചു. അവരുടെ വിഷമം കണ്ട് മീര ചോദിച്ചു, മാഡം, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ മീരേ, പ്രശ്നമായി. നാളെ തീജ് ഫംഗ്ഷനല്ലേ. മൈലാഞ്ചിയിടാൻ എല്ലാവരെയും ഞാൻ വിളിച്ചു. അവസാന നിമിഷം പാർലറിലെ ലേഡി വരില്ലെന്ന്. നാളെ വരാൻ പറ്റില്ലത്രേ. ഇപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ ആര് മൈലാഞ്ചിയിടാൻ വരാനാണ്? മാഡം, എനിക്ക് ചെറുതായിട്ടൊക്കെ മൈലാഞ്ചിയിടാൻ അറിയാം. അയ്യോ അതെ, കാവേരി എന്നോട് ഒരു തവണ പറഞ്ഞു നിനക്ക് മൈലാഞ്ചിയിടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്കൊരു കുഴപ്പവുമില്ല. എന്നാൽ ഒരുപാട് ഇടണം, അത് നീ അറിഞ്ഞോ? പിന്നെ മൈലാഞ്ചി നല്ല രീതിയിൽ ഇടണം കേട്ടോ. മാഡം ഒന്നോർത്തും വിഷമിക്കണ്ട, ഞാൻ നന്നായി മൈലാഞ്ചി ഇടും. നാളുകൾക്ക് ശേഷം മീരയുടെ മുഖത്തിൽ സന്തോഷം വന്നു. അവൾ വീട്ടിൽ പോയതും ഒരുപാട് മൈലാഞ്ചി ഇലകൾ പറിച്ച് കല്ലിൽ അത് അരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് കാവേരി മീരയോട് പറഞ്ഞു, മീരേ, വൈകുന്നേരമായി. ഇപ്പോൾ മൈലാഞ്ചി ഇടണ്ട, നല്ല തണുപ്പുമാ. ഈ മൈലാഞ്ചി എനിക്ക് വേണ്ടിയല്ലമ്മേ, 5ാമത്തെ നിലയിലെ മാഡമില്ലേ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആണോ? തെറ്റൊന്നും സംഭവിക്കരുതേ, അവർ വലിയ ആൾക്കാരാ. അമ്മേ, അമ്മ ഒന്നോർത്തും വിഷമിക്കണ്ട. ഞാൻ മൈലാഞ്ചി ഇടുമ്പോൾ ഒരു തെറ്റും സംഭവിക്കില്ല. മീര ഒരുപാട് മൈലാഞ്ചി അരച്ച് അടുത്ത ദിവസം ആരതിയുടെ വീട്ടിൽ പോയി. അവൾ മൈലാഞ്ചി കോണിൽ ഫിൽ ചെയ്യുമ്പോൾ ആരതിയുടെ ഫ്രണ്ട് ആരതിയോട്, ആരതി, നീ ഈ ആരെയാ വിളിച്ചത്? ഞാനൊരു പാർലറിലെ നമ്പർ തന്നില്ലേ, അതിൽ നീ വിളിച്ചോ? സംസാരിച്ചു, എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്യാൻസൽ ചെയ്തു. നീ പേടിക്കണ്ട, ഇത് മീര. ഇത് എന്റെ ഹൗസ്മേഡ് കാവേരിയുടെ മകളാ. ഇവൾ മൈലാഞ്ചി നന്നായി ഇടും. ഓഫോ ആരതി, ഒന്ന് പോ. പാർലറിലൊക്കെ പ്രത്യേകതയുണ്ട്. അവരുടെ മെറ്റീരിയൽസ് ബ്രാൻഡഡ് ആണ്. അവരുടെ വർക്കിൽ ഗ്യാരണ്ടിയും കാണും. പിന്നെ ഇവളുടെ മൈലാഞ്ചി എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ലേബൽ പോലുമില്ല. കയ്യിലെന്തെങ്കിലും മോശമായി റിയാക്ട് ആയാൽ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാഡം. ഈ മൈലാഞ്ചി എന്റെ കൈകൾ കൊണ്ട് അരച്ചതാ. എന്റെ വീട്ടിൽ ഒരുപാട് മൈലാഞ്ചി ചെടികളുണ്ട്. കൈക്ക് പ്രശ്നം വരുന്ന ഒന്നും ഇതിലില്ല. ഇല്ല, സോറി ആരതി. ഞാൻ എന്റെ കയ്യിൽ റിസ്ക് എടുക്കാൻ ഒരുക്കമേ അല്ല. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടോ, ഞാൻ പാർലറിൽ പോയി ഇട്ടോളാം. ഇങ്ങനെ പറഞ്ഞ ആരതിയുടെ ഫ്രണ്ട് ശാലിനി അവിടെ നിന്നും പോയി. ആരതി മീരയെ നോക്കി ജോലി തുടങ്ങാൻ പറഞ്ഞു. എന്റെ ദൈവമേ, സമ്മതിച്ചു തരണം. ഈ കുട്ടി നന്നായി മൈലാഞ്ചി ഇട്ടു. എന്നാൽ എനിക്കെന്തോ പാർലറിൽ മൈലാഞ്ചി ഇടുന്നത് പോലെ ഇവിടെ കളർ വരില്ലെന്ന് തോന്നുന്നു. എടി ശാലിനി, വെറുതെ ഇരിക്കേ. മൈലാഞ്ചി എങ്ങനെ വരുമെന്ന് നാളെ നമുക്ക് കണ്ടറിയാം. അവൾ കൊച്ചുകുട്ടിയാ, പേടിപ്പിക്കല്ലേ. എനിക്കെന്താ, എന്റെ കൈക്ക് കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾ തന്നെ ഇട്ട് നിങ്ങൾ തന്നെ അനുഭവിക്ക്. ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മീരയുടെ മൈലാഞ്ചി ശരിപ്പെട്ട് വരില്ല എന്നവർ കരുതി. അതുമല്ലാതെ കയ്യിലെന്തെങ്കിലും റിയാക്ഷൻ നടന്നാലോ? എന്നാൽ സംഭവിച്ചതോ മറ്റൊന്നാണ്. അടുത്ത ദിവസം മീരയുടെ വീട്ടിൽ, മാഡം, ഇവിടെ എന്താ? ഇന്ന് ജോലിക്ക് വരണ്ട എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ടാ വരാത്തത്. അതെ, നീ ഇന്നലെ ഒരുപാട് ക്ഷീണിച്ചില്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ജോലിക്ക് വിളിക്കാൻ വന്നതല്ല, വേറൊരു കാര്യത്തിന് വന്നതാ. അകത്ത് വിളിക്കില്ലേ? അയ്യോ, എന്നോട് ക്ഷമിക്കണേ. വരൂ, കയറി വരൂ. ആരതിയെ കണ്ട് കാവേരി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വന്നു. അവിടെ ആരതിയുടെ ഫ്രണ്ട് ശാലിനിയും വന്നു. മീര അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ മേഡം, എന്റെ മൈലാഞ്ചി നന്നായിട്ട് വന്നിട്ടില്ലേ? അത് ഞാൻ പറയില്ല, ശാലിനി തന്നെ പറയും. അപ്പോൾ ശാലിനി അവളുടെ കൈകൾ മീരയെ കാണിച്ചു. അവളുടെ കയ്യിൽ ഒരുപാട് വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മീര അവരോട് പറഞ്ഞു, അയ്യോ, ഇത് എങ്ങനെ പറ്റി മേഡം? ഞാൻ നിന്റെ മൈലാഞ്ചി ഇട്ടില്ല. നിന്നെ ഞാൻ അപമാനിച്ചു, അതിനുള്ള ശിക്ഷയും കിട്ടി.
ഞാൻ നല്ല കോസ്റ്റ്ലി ആയ പാർലറിലാ മൈലാഞ്ചി ഇട്ടത്. മൈലാഞ്ചിക്ക് കളർ വേണമെന്ന് ഞാൻ അവരോട് സ്ട്രോങ് ആയി പറഞ്ഞു. അതുകൊണ്ട് ആ മൈലാഞ്ചിയിൽ അവർ എന്തൊക്കെ ചേർത്തോ ആവോ. പിന്നെ എന്റെ കൈകൾ ഇങ്ങനെയായി. എന്നാൽ മറ്റൊരു വശം നിന്റെ മൈലാഞ്ചി ആരൊക്കെ ഇട്ടോ അവരുടെ കൈയെല്ലാം സൂപ്പറാ. നോക്ക്, ആരതിയുടെ കൈ നോക്ക്. ആരതി അവളുടെ കൈകൾ കാണിച്ചു. ആ കൈകളിൽ മീര ഇട്ട മൈലാഞ്ചി വളരെ മനോഹരമായി കാണപ്പെട്ടു. അപ്പോൾ ആരതി കാവേരിയോട് പോയി പറഞ്ഞു, മതി കാവേരി, മീരയെ കൊണ്ട് ഒരുപാട് വീട്ടുജോലികൾ ചെയ്യിപ്പിച്ചല്ലോ. ഇനി അവൾക്ക് എന്തിഷ്ടമുണ്ടോ അതവൾ ചെയ്യട്ടെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവൾ എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി ഇടട്ടെ. എന്റെ ഫ്രണ്ടിന് സ്വന്തമായി ബ്യൂട്ടി പാർലറുണ്ട്. അവൾക്ക് മീരയുടെ വർക്കും മൈലാഞ്ചിയുടെ ക്വാളിറ്റിയും ഇഷ്ടമായി. മീരയ്ക്ക് അവൾ ജോലി കൊടുക്കും. മീരയ്ക്ക് ഒരുപാട് പണവും കിട്ടും. അതുമല്ലാതെ പാർലറിലെ ഒരുപാട് ജോലിയും അവൾ പഠിക്കും. ആരതി പറഞ്ഞത് കേട്ടതും കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കൈകൾ കൂപ്പി ആരതിയോട് നന്ദിയും പറഞ്ഞു. മീരയും സന്തോഷിച്ചു. അവൾക്കിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ജോലിയും ചെയ്യാം, പിന്നെ പണവും സമ്പാദിക്കാം. അതോടൊപ്പം അമ്മയ്ക്ക് നല്ല ചികിത്സയും കൊടുക്കാം. Thanks for watching.